Good morning. Welcome. Good morning. Good morning, ma'am. Okay, good morning. എന്തായി മഴയൊക്കെ കുറഞ്ഞോ അവിടെ? അത് കൂടിയോ? ഓക്കെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? രാവിലത്തെ ഫുഡൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞിരുന്നോ? അയ്യോ, വെള്ളം കയറിയോ? ഓക്കെ, അപ്പൊ ദേവികയുടെ വീട് എവിടെയാണ്? ആലപ്പുഴ അല്ലേ? ഓക്കെ. ദേവികയുടെ വീട്ടില് പ്രശ്നമായിട്ടിരിക്കുകയാണോ? അപ്പൊ വേറെ എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്തായിരുന്നോ? അയ്യോ, അപ്പൊ ദേവിക്ക് ഇപ്പൊ എവിടെയാ നിൽക്കുന്നേ? മക്കളുടെ വീട്ടിലാണല്ലേ? ഓക്കെ. അത് അവരെ അറിയിച്ചില്ലേ? അതോറിറ്റീസിനെ അറിയിച്ചില്ലേ? അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരില്ലേ? അറിഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ. എല്ലാ ദേവികയും വീട്ടിലെല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. വേറെ അപകടങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ വിചാരിക്കാം. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും മഴക്കാലമായതുകൊണ്ട് നമുക്കൊരു ടെൻഷനാണ് എപ്പോഴും. എല്ലാവരും എപ്പോഴും സേഫ് ആയിട്ടൊക്കെ ഇരിക്കാട്ടോ. ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മള് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് നമ്മൾ പറഞ്ഞിട്ട് എല്ലാവരും കയ്യിലൊരു പേന കരുതണം കേട്ടോ. പേനയും PDF എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്യാൻ പറയുന്ന നമ്പേഴ്സ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ എല്ലാവരുടെ കയ്യിൽ പേന നിർബന്ധമാണ്, എടുത്തു വെക്കുക കേട്ടോ. അപ്പൊ നമ്മള് ഇന്നലെ മെഡിക്കൽ ടെർമിനോളജി എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ട് ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണെന്ന് പറഞ്ഞു അല്ലെ? മെഡിസിന്റെ ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്, മെഡിക്കൽ ടെർമിനോളജി അറിയപ്പെടുന്നത് അല്ലെ? അത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ലാറ്റിൻ ഗ്രീക്ക് എന്താ പറയാ ലാംഗ്വേജ് ഭാഷകളിൽ നിന്നുമാണ് ഈ പറയുന്ന ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഹ്യൂമൻ അനാട്ടമി, നമ്മുടെ ബോഡി സ്ട്രക്ചേഴ്സ്, അസുഖങ്ങള്, രോഗലക്ഷണങ്ങള്, നമ്മുടെ ശരീരത്തിൽ നടത്തി ചെയ്യുന്ന പ്രൊസീജിയറുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സർട്ടൻ വേർഡ്സ് ആൻഡ് എന്താ പറയാ ടേംസ്, അതിനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് അല്ലെ? അത് പഠിക്കാനായിട്ട് നമ്മൾ 4 കമ്പോണന്റുകളായിട്ട് തിരിച്ചുകൊണ്ടാണ് അത് പഠിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? പ്രിഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ട്, കോമൺ റൂട്ട് വേർഡ് ഉണ്ട്, പിന്നെ എന്താണ് കമ്പൈനിങ് എ വവ്വൽ ആണ് അല്ലെ? നമ്മൾ ഒന്നിനെയും പ്രിഫിക്സിന്റെ കൂടെ അല്ലെങ്കിൽ കോമൺ റൂട്ട് വേർഡിന്റെ കൂടെ എന്ത് ചേർക്കും? ഒരു വവ്വൽ നമ്മൾ ചേർക്കും അല്ലെ? വവ്വൽസ് അറിയാം ഇംഗ്ലീഷിലെ വവ്വൽസ് AEIOU. ഒരു 99% കൂടുതലും നമ്മൾ ചേർക്കുന്നത് ഐ ആണ് കേട്ടോ. 99% മെഡിക്കൽ ടെസ്റ്റ് എടുക്കുകയാണെങ്കിലും ഐ എന്ന വേർഡാണ്, ഐ എന്ന വവ്വലാണ് നമ്മൾ ചേർക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓയും മറ്റുള്ളത് ചേർക്കുന്നുണ്ട്, പക്ഷെ കൂടുതലും നമ്മൾ കാണുന്നത് ഐ എന്ന ലെറ്ററാണ് കേട്ടോ ചേർക്കുന്നത്. ഓക്കെ, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ എന്താ മെഡിക്കൽ ടേം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് പാർട്ട് എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞിരുന്നു, അത് ഇമ്പോർട്ടന്റ് ആണ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എൻഡിങ് പാർട്ട് ഓഫ് ദി മെഡിക്കൽ ടേം ആണ് കേട്ടോ. മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗം അല്ലെ? എൻഡിങ് പാർട്ടിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയും. ഇത്രയും വരെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു തീർത്തിയത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ നിങ്ങള്? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? ശരി, ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യണേ.
അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് റൂട്ട് വേർഡ്സ് കേട്ടോ. റൂട്ട് വേർഡ്സ് അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്നും പറയാം കേട്ടോ. രണ്ടും ശരിയാണ് കേട്ടോ. റൂട്ട് വേർഡ് എന്നും പറയാം അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്നും പറയാം. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, എന്താണ് റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ഇത് ചീഫ് പാർട്ട് അഥവാ ഫണ്ടമെന്റൽ പാർട്ട് അഥവാ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി മെഡിക്കൽ ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഇതാണ് ചീഫ് പാർട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി മെഡിക്കൽ ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട പോയിന്റ് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. പൊതുവെ നമ്മളത് ബോഡി ഓർഗൻസുകൾ അതായത് നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ അതിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് പൊതുവെ നമ്മൾ റൂട്ട് വേർഡ്സുകൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. The chief part or stem of the word is known as a root word കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. The chief part അല്ലെങ്കിൽ stem of the word is known as a root word എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. നോക്കാം. A root word carries the essential meaning of the word and frequently comes under a body part. അപ്പൊ പൊതുവെ നമ്മൾ റൂട്ട് വേർഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ബോഡി പാർട്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങള് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് വേർഡുകൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അടുത്തത് ഇറ്റ് എ കമ്പൈനിങ് ഫോം എ റൂട്ട് വേർഡ് ആൻഡ് എ കമ്പൈനിങ് വവൽ ലൈക്ക് I, E, O or A may be blended with another root word, a prefix or a suffix to describe a particular structure or condition. അതാണ് ഞാൻ പറഞ്ഞത് കമ്പൈനിങ് എ വവൽ. അത് വേറെ സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ എങ്കിൽ അതിൽ പറഞ്ഞു നോക്കുന്നുണ്ട് അല്ലെ. അതായത് നമ്മൾ ഈ കോമൺ റൂട്ട് വേർഡിന്റെ അല്ലെങ്കിൽ പ്രിഫിക്സിന്റെയോ സഫിക്സിന്റെയോ കൂടെ നമ്മൾ എന്ത് ചേർക്കും വവല് കൂട്ടിച്ചേർക്കും അല്ലെ. അപ്പൊ പൊതുവെ ഐ ഉപയോഗിക്കാം, ഇ ഉപയോഗിക്കാം, വവൽസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. റെഗുലർലി യൂസ്ഡ് ടേം ഇൻ EMS CPR. എന്താണ് EMS എന്ന് പറഞ്ഞാൽ എന്താണ് എമർജൻസി മെഡിക്കൽ സർവീസസ് ആണ് കേട്ടോ. എഴുതി വെക്കണം കേട്ടോ. EMSന്റെ ഫുൾ ഫോം എന്താണ് എമർജൻസി മെഡിക്കൽ സർവീസസ് എന്നാണ് കേട്ടോ. നമ്മുടെ എമർജൻസി മെഡിക്കൽ സർവീസസിന്റെ ഭാഗമാണിത് നമ്മുടെ ആംബുലൻസ് സർവീസസ് കേട്ടോ. ഒരു ആംബുലൻസ് സർവീസ് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പഠിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. EMS എന്ന് പറഞ്ഞാൽ എന്താണ് എമർജൻസി മെഡിക്കൽ സർവീസസ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമാണ് നമ്മുടെ ആംബുലൻസ് ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഈ എമർജൻസി മെഡിക്കൽ സർവീസിൽ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ടേം ആണിത് CPR. ഓക്കെ, എന്താണ് CPR എന്ന് പറഞ്ഞാല് കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ് കേട്ടോ. അതാണ് കാർഡിയോ കറക്റ്റ് ആണ് കേട്ടോ. അവണി കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ് കേട്ടോ. നമ്മള് കണ്ടിട്ടില്ലേ ഈ ആളുകൾ പെട്ടെന്ന് കുടഞ്ഞു വീഴുക, കാർഡിയക് അറസ്റ്റ് പോലെയൊക്കെ വന്ന് കുടഞ്ഞു വീഴുമ്പോ നമ്മൾ എന്ത് കൊടുക്കണം CPR കൊടുത്തു കഴിഞ്ഞാല് ഒരു നമുക്ക് ആളുകളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ CPR നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വിച്ച് സ്റ്റാൻഡ്സ് ഫോർ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ലെറ്റ് മീ ബ്രേക്ക് ഇറ്റ് ഡൗൺ. നമ്മൾ ആ ഒരു വേർഡിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം കാർഡിയോ. കാർഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു റൂട്ട് വേർഡ് ആണ് അവിടെ അല്ലെ. കാർഡിയോ ഇറ്റ് ഈസ് എ റൂട്ട് വേർഡ് വിച്ച് മീൻസ് എന്താണ് ഹാർട്ട് എന്നാണ് അർത്ഥം. നമ്മൾ പറഞ്ഞു റൂട്ട് വേർഡ് പൊതുവെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ബോഡി പാർട്ടിനെയാണ് പൊതുവെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ കാർഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ റൂട്ട് വേർഡ് വിച്ച് മീൻസ് ഹാർട്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അടുത്തതോ ആൻഡ് പൾമണറി. പൾമണറി ഇസ് എ റൂട്ട് വേർഡ് ദാറ്റ് മീൻസ് ലെങ്സ് എന്നാണ് അല്ലെ. പൾമണറി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ലെങ്സ് ആണ്, ശ്വാസകോശമാണ് അല്ലെ. അപ്പൊ കാർഡിയോ എന്ന് പറയുന്നത് ഹാർട്ട് എന്ന ഹാർട്ടിനെയും പൾമണറി ലെങ്സിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ്. ഓക്കെ, ബൈ എക്സിക്യൂട്ടിംഗ് CPR we introduce air into the lungs and circulate blood by pressing the heart to revive the patient. അപ്പൊ നമ്മൾ CPR ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത് ലങ്സിനകത്തോട്ട് ശ്വാസകോശത്തിനകത്തോട്ട് നമ്മൾ എയർ കൊടുക്കുകയാണ് അല്ലെ. എയർ കൊടുത്തുകൊണ്ട് നമ്മൾ ഹാർട്ടിൽ പ്രസ് ചെയ്യുന്നുണ്ട് അല്ലെ. ചെസ്റ്റിന്റെ ഭാഗത്ത് പ്രസ് ചെയ്ത് നമ്മൾ ആ ബ്ലഡിന്റെ സർക്കുലേഷൻ അവിടെ എന്ത് ചെയ്യാണ് അതിനെ നമ്മൾ സ്പീഡപ്പ് ആക്കിക്കൊണ്ട് ഹാർട്ടിനെ നമ്മൾ റിവൈവ് ചെയ്യാണ് അല്ലെ. നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനത്തിന് നമ്മൾ റെസ്യൂം ചെയ്യാണ് അല്ലെ, പുനരാരംഭിക്കുകയാണ് അല്ലെ. അതാണ് CPR എന്ന് പറയുന്നത്. അപ്പൊ അതില് കാർഡിയോ എന്ന് പറയുന്നത് ഒരു റൂട്ട് വേർഡ് ആണ്. അപ്പൊ കാർഡിയോ ഓ എന്ന വവലാണ് അവിടെ ചേർക്കുന്നത് അല്ലെ. പൾമണറി അല്ലെ. ഓക്കെ, അപ്പൊ റീസസിറ്റേഷൻ അതൊരു റൂട്ട് വേർഡിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. Some root words may also be used as prefixes or suffixes.
ചില റൂട്ട് വേർഡുകൾ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് സഫിക്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ പഠിച്ചു വെക്കാം എന്താണ് റൂട്ട് വേർഡ് എന്ന് പറഞ്ഞിട്ട് ചീഫ് പാർട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ പാർട്ട് ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേമിനെ നമ്മൾ എന്താണ് പറയാ റൂട്ട് വേർഡ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ ഇതാണ്. ഇത് വേറൊരു വിഭാഗം ഉണ്ട് അബ്രിവേഷൻ പറയാൻ പോകുന്നുള്ളൂ. അപ്പൊ മെഡിക്കൽ ടെർമിനോളജി എന്താണല്ലോ അതിന് പ്രധാനമായിട്ട് 4 കമ്പോണന്റുകളാണുള്ളത്. പ്രിഫിക്സ്, സഫിക്സ്, കോമൺ റൂട്ട് വേർഡ്, ദെൻ കമ്പൈനിങ് എന്നുള്ളത്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം. സഫിക്സ് എന്ന് പറഞ്ഞാൽ എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം. റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ചീഫ് പാർട്ട് അഥവാ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേമിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പഠിച്ച പ്രിഫിക്സിന്റെ കൂടെ സഫിക്സ് റൂട്ട് വേർഡിന്റെ കൂടെ പലപ്പോഴും നമ്മൾ എന്ത് ചേർക്കാറുണ്ട്? വവ്വല് ചേർക്കാറുണ്ട്. വവ്വല് ചേർക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? പ്രൊനൗൺസിയേഷൻ കുറയും കൂടെ നമുക്ക് ഈസിയർ ആക്കി മാറ്റാനായിട്ടാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തില്ല ഇതിപ്പോ നമുക്ക് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവണം കേട്ടോ. എന്നിട്ട് പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. അടുത്തതാണ് EMS, എമർജൻസി മെഡിക്കൽ സർവീസസ് കേട്ടോ. എമർജൻസി മെഡിക്കൽ സർവീസസ് EMS. അതിന്റെ ഭാഗമാണ് ആംബുലൻസ് ഒക്കെ കേട്ടോ. ഓക്കെ, അതിവിടെ പഠിക്കുന്നത് നിങ്ങൾ ആംബുലൻസ് സർവീസ് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തോ അല്ലേ? ശരി കേട്ടോ. അതിനെനിക്ക് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. EMS എന്താന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് അബ്രീവിയേഷൻസ് കേട്ടോ. അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കെഴുത്തുകളാണ് അല്ലെ? എന്താണ്? ചുരുക്കെഴുത്തുകളാണ്. ഓക്കെ, അബ്രീവിയേഷൻസ് ആർ words which are used to shorten the notes or documentation. Underline ചെയ്തിരിക്കുക കേട്ടോ. അബ്രീവിയേഷൻ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? These are the words that are used to shorten notes or documentation. നമ്മള് നോട്ടുകള് അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ രേഖപ്പെടുത്തലുകൾ ഇതൊക്കെ നമ്മൾ ഷോർട്ടൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, when using abbreviations in patient care reports, you have better use only standard accepted abbreviations to avoid the confusion and errors. അപ്പോ നമ്മൾ പൊതുവെ മെഡിക്കൽ റിപ്പോർട്ടുകളിലൊക്കെ അബ്രീവിയേഷൻസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് വേണം നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സ്റ്റാൻഡേർഡ് അബ്രീവിയേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് തോന്നിയ രീതിയിൽ നമ്മളൊരു അബ്രീവിയേഷൻ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. പകരം എന്താണ് ഇതെന്ന് പറഞ്ഞ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അല്ലെ? അപ്പൊ നമ്മളിപ്പോ എവിടെ ഏത് രാജ്യത്തുള്ള ഏത് രാജ്യങ്ങളിലുമുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്താ പറയാ അബ്രീവിയേഷൻസ് നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട്. ഓക്കെ, അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മളൊരു ചുരുക്കപ്പേര് ഉണ്ടാക്കുന്നതല്ല അബ്രീവിയേഷൻ. എല്ലാ രാജ്യത്തും എല്ലാവിടെയും ഉള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് അവർക്ക് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തില് എല്ലായിടത്തും അക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് വേണം നമ്മൾ ഉപയോഗപ്പെടുത്താൻ കേട്ടോ. അവരുടെ കൺഫ്യൂഷൻ അവർക്ക് ഒഴിവാക്കാനാണ് കേട്ടോ. ഇതിൽ കൺഫ്യൂഷൻ അറിവുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ഇപ്പോഴും സ്റ്റാൻഡേർഡ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ഉപയോഗിക്കാം. This list is needed to help decipher documents written by other healthcare professionals. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള അബ്രീവിയേഷൻസ് സ്റ്റാൻഡേർഡ് അബ്രീവിയേഷൻസ് യൂസ് ചെയ്യുമ്പോൾ അത് മറ്റു പല സ്ഥലങ്ങളിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ഇതിപ്പോ നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ, നമ്മൾ ഇന്ത്യയിലെ ട്രീറ്റ്മെന്റിനായിട്ട് നമ്മൾ അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ നമ്മൾ UK പോയി, അപ്പൊ അവിടെയുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾക്കാണെങ്കിലും ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് അബ്രീവിയേഷൻസ് മനസ്സിലാവണം. ആ രീതിയിൽ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ട് വേണം ഉപയോഗപ്പെടുത്താനായിട്ട് കേട്ടോ. Before using any abbreviations in forms, it is essential to be familiar with the approved use of abbreviations in your local jurisdiction or service area. അപ്പൊ നമ്മള് റിപ്പോർട്ടുകളിൽ ഇത്തരം അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ജൂറിസ്ഡിക്ഷനില് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗപ്പെടുത്തുന്ന അത്യാവശ്യം ചില അബ്രീവിയേഷൻസിനെ പറ്റിയിട്ട് നമ്മൾ ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, വേറെ ഒന്നുമല്ല, എന്താണ് അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കാം. These are the words which are used to shorten notes or documentation.
നമ്മൾ നോട്ട്സുകളിലെ ഡോക്യുമെന്റേഷൻസിലൊക്കെ ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അബ്രീവിയേഷൻ പറയുന്നത് കേട്ടോ. ഇപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ഉപയോഗപ്പെടുത്തണം. എങ്കിൽ മാത്രമേ മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ ഭാഗങ്ങളൊക്കെ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇത്രയും പരിചയപ്പെട്ടത് മെഡിക്കൽ ടെർമിനോളജിയുടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് കേട്ടോ. എന്താണ് മെഡിക്കൽ ടെർമിനോളജി? ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ദാറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. ഓക്കെ, പിന്നെ അറിയാം നമ്മുടെ എന്തിനാണ് മെഡിക്കൽ ടെർമിനോളജി? പൊതുവെ മെഡിക്കൽ പ്രൊഫഷണൽക്കിടയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. പ്രധാനമായിട്ടും 4 കമ്പോണന്റുകൾ: പ്രിഫിക്സ്, സഫിക്സ്, കോമൺ റൂട്ട് വേർഡ്, ദെൻ അബ്രിവിയേഷൻസ്. അങ്ങനെയാണ് നമ്മൾ അതിന് പഠിക്കുന്നത് കേട്ടോ. പ്രിഫിക്സ് ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം, സഫിക്സ് എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം, ദ ചീഫ് പാർട്ട് അഥവാ ഫണ്ടമെന്റൽ പാർട്ട്, എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം എന്ന് ചോദിച്ചാൽ ഇതിന് ഉത്തരം എന്താണ്? അത് റൂട്ട് വേർഡ് ആണ് കേട്ടോ. കോമൺ റൂട്ട് വേർഡ്, അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ഈ പറയുന്ന പ്രിഫിക്സ്, സഫിക്സ്, കോമൺ റൂട്ട് വേർഡിന്റെ കൂടെ നമ്മൾ എനിക്ക് ചേർക്കാറുണ്ട്, വൊവല് ചേർക്കാറുണ്ട് അല്ലെ. കമ്പനിക്ക് വൊവല് നമുക്ക് ചേർക്കാറുണ്ട്. അത് ടു മേക്ക് ദ പ്രൊനൗൺസിയേഷൻ ഈസി. അവരുടെ പ്രൊനൗൺസിയേഷൻ കുറെ കൂടി ഈസിയർ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള വൊവൽ ലെറ്റർ അവിടെ ചേർക്കുന്നത് കേട്ടോ. 99% ഐ എന്ന വൊവലാണ് ചേർക്കുന്നത്. മറ്റുള്ളത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കൂടുതലും കണ്ടേക്കുന്നത് ഐ എന്ന വൊവലാണ് കേട്ടോ. അബ്രിവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പറയുന്ന വേർഡ്സ്, അത് ഈ പറയുന്ന മെഡിക്കൽ ഡോക്യുമെന്റ്സുകള് ഇതെല്ലാം ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വേർഡ്സ് ആണ് അബ്രിവിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അബ്രിവിയേഷൻ യൂസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആക്സെപ്റ്റഡ് അബ്രിവിയേഷൻസ് ഉപയോഗപ്പെടുത്തുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് പ്രിഫിക്സുകളാണ് കേട്ടോ. പ്രിഫിക്സ് അതിന്റെ മീനിങ്ങുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പല പ്രിഫിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ ഗ്രീക്ക് ഓർ ലാറ്റിൻ വാക്കാണ്. അതിന് ഇംഗ്ലീഷ് മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. കൈ എടുത്തുള്ളൂ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പേജിനകത്ത് 1 മുതൽ 18 വരെയാണ് ഉള്ളത് കേട്ടോ. 1 to 18 വരെയാണ് ആ ഒരു പേജിനകത്ത് വരുന്നത് പ്രിഫിക്സ്. ഓക്കെ, അപ്പൊ അതിൽ മാർക്ക് ചെയ്യേണ്ട മെമ്പേഴ്സ് ഇതൊക്കെയാണ്. ശ്രദ്ധിച്ച് കേൾക്കാം, മാർക്ക് ചെയ്യാം കേട്ടോ. 3 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 3 മാർക്ക് ചെയ്യാം. 3, 9 മാർക്ക് ചെയ്യാം കേട്ടോ. 9, 13, 13, 14, 14, 17, 17, 17, 18, 18. ഇത്രയും മാർക്ക് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് പറയാം 3, 9, 13, 14, 17, 18. കിട്ടിയോ? മാർക്ക് ചെയ്തോ എല്ലാവരും? അപ്പൊ മറ്റുള്ളത് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് വായിക്കണം, പഠിച്ച് തന്നെ എക്സാമിന് പോകണം കേട്ടോ. അതിനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി ഈ ക്ലാസ്സിൽ ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ബാക്കി എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. വായിക്കാം നമുക്ക്. ഈ വേറെ എക്സ്പ്ലനേഷൻസ് ഒന്നും നമുക്ക് പറയാനില്ല. പ്രിഫിക്സും അതിന്റെ മീനിങ്ങുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നോക്കൂ, എ ഹൈഫൺ അല്ലെ. നമ്മൾ പറഞ്ഞു പൊതുവെ പ്രിഫിക്സ് ബിഗിനിങ് പാർട്ടാണ്. അയാളെ കഴിഞ്ഞ് ഒരു ഹൈഫൺ ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇയാള് ബിഗിനിങ് പാർട്ടാണ്. ഇയാളെ തുടർന്ന് ബാക്കിയുള്ള ആളുകൾ അവർക്ക് ഇതിനകത്ത് വരാനുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് കേട്ടോ ഹൈഫൺ ഇട്ടിട്ട്. ഓക്കെ, എ ഹൈഫൺ എന്താണ് മീനിങ്? വിത്തൗട്ട്, ഫോർ വാണ്ടോ എന്നുള്ളതാണ് കേട്ടോ. വിത്തൗട്ട്, ഫോർ വാണ്ടോ, വിത്തൗട്ട് ഇല്ലാതെ അപ്പൊ നമ്മൾ പറയില്ല. അല്ലെങ്കിൽ ഫോർ വാണ്ടോ ആവശ്യത്തിന് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എ ഹൈഫൺ ആണ് വിത്തൗട്ട് അല്ലെങ്കിൽ ഫോർ വാണ്ടോ. അടുത്തതാണ് എ ബി. എ ബി എന്താണ്? ബിയോണ്ട് എന്നാണ് കേട്ടോ. ബിയോണ്ട് കേട്ടോ. ഓക്കെ, ബിയോണ്ട്. അടുത്തതാണ് അബ്ഡോമൻ. അതാണ് അബ്ഡോമൻ. അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ പദമാണ്. അതിന്റെ മീനിങ് എന്താണ്? സ്റ്റൊമക്ക്. നമ്മൾ പഠിച്ചതാണ് അല്ലെ. അബ്ഡോമൻ, അബ്ഡോമൻ റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്നാണ് അല്ലെ. അബ്ഡോമൻ മീൻസ് സ്റ്റൊമക്ക് എന്നാണ് കേട്ടോ. അടുത്തതാണ് എക്രോ. എക്രോ ശരിക്കും ബ്രാക്കറ്റ് അല്ല വേണ്ടത്, ഒരു സ്ലാഷ് ആണ് ശരിക്കും വേണ്ടത് കേട്ടോ. സ്ലാഷ് ആണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ചേർക്കുന്ന വവ്വലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മൾ ചേർക്കുന്ന വവ്വലാണ് കേട്ടോ. എക്രോ അല്ലെ. എക്രോ എന്താണ് ഇതിന്റെ അർത്ഥം? പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി, ഒരു തീവ്രതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അക്രോമെഗാലി എന്നുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? അക്രോമെഗാലി എന്ന് പറഞ്ഞാല് ഭീമാകാരത്വം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഭീമാകാരത്വം പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്ന ഒരു വളർച്ചാ ഹോർമോൺ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ അതിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാല് എന്താണ് ഭയങ്കരമായിട്ട് വളരെ സിവിയർ ആയിട്ട് വലിപ്പം വെക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ആ ഒരു അവസ്ഥയാണ് നമ്മൾ അക്രോമെഗാലി. മെഗാ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം, മെഗാ എന്ന് പറയുമ്പോൾ മെഗാമേള എന്നൊക്കെ പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. സോ അക്രോമെഗാലി എന്നൊരു വാക്കുണ്ട് കേട്ടോ. അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഭീമാകാരത്വം എന്നാണ് അർത്ഥം. അപ്പൊ അക്രോ എന്ന് പറയുന്ന വാക്ക് എന്താണ്? പെർട്ടൈനിങ് ടു സിവിയറിറ്റി, ഒരു തീവ്രതയുമായിട്ട് സിവിയറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. അടുത്തതാണ് ആഡ്. എ ബി കഴിഞ്ഞിട്ടൊരു ഹൈപ്പർ ഉണ്ട്. ആഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ടു അല്ലെങ്കിൽ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എന്നാണ് കേട്ടോ. അതാണ് ടു അല്ലെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ്, വരെ അല്ലെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ്, ഇൻ ദ ദിശയിൽ എന്ന് പറയില്ലേ, ആ അർത്ഥമുണ്ട് കേട്ടോ. അടുത്തതാണ് അഡിനോ. എന്താണ് അഡിനോ? ഓ എന്ന വൊവലാണ് അവിടെ ചേർക്കുന്നത്. അഡിനോ എന്ന് പറഞ്ഞാല് റെഫറിങ് ടു എ ഗ്ലാൻഡ് കേട്ടോ. നമ്മളൊരു ഗ്ലാൻഡിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അഡിനോയിഡ് ഗ്ലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അഡിനോയിഡ് ഗ്ലാൻഡ് കേട്ടിട്ടുണ്ടോ? അഡിനോയിഡ് ഗ്ലാൻഡ് നമ്മുടെ ഈ മൂക്കിന്റെ പുറകില് നമ്മുടെ തോട്ടിന്റെ ഒക്കെ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ അഡിനോയിഡ് ഗ്ലാൻഡിന്റെ അഡിനോയിഡ് ഗ്ലാൻഡ് ഒരു പ്രായം കഴിയുമ്പോൾ തന്നെ ചുരുങ്ങി പോകും. പക്ഷെ ഇതിങ്ങനെ വളരാൻ തുടങ്ങി കഴിയുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും മൂക്കിലൂടെ ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റില്ല. അവർ കൂടുതലും ബ്രീത്ത് ചെയ്യുന്നത് വായിലൂടെ ആയിരിക്കും. കിടന്നുറങ്ങുന്ന സമയത്ത് ചിലവർ കണ്ടിട്ടില്ല, വായു തുറന്ന് പിടിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നത്. ചിലർ വായിലൂടെയാണ് അത് ശ്വസിക്കുന്നുണ്ടാവാം. അപ്പം ഇത്തരത്തില് അഡിനോയിഡ് ഗ്ലാൻഡിന്റെ പ്രശ്നം വരുമ്പോൾ പീഡിയാട്രിക് ഡോക്ടേഴ്സ് പ്രത്യേകം പറയാം, കുട്ടികളെ നോക്കുമ്പോൾ അഡിനോയിഡ് ഗ്ലാൻഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ജലദോഷം വരിക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അഡിനോയിഡ് ഗ്ലാൻഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. അവർക്ക് അതൊന്ന് നോക്കാൻ പറയും. അപ്പൊ അതിങ്ങനെ വലിപ്പം വെക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് പോലെ വരും കേട്ടോ. പിന്നെ മാത്രമല്ല മോണ പൊന്താൻ തുടങ്ങും. കൊച്ചു കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഗ്ലാൻഡ് വലിപ്പം വെക്കുന്നതിനനുസരിച്ച് മോണയുടെ ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് പൊത്തി വരാനായിട്ട് അപ്പൊ തുടങ്ങും. ഡോക്ടർമാർ പൊതുവെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പറയാറുണ്ട് കേട്ടോ. ഓക്കെ, കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അഡിനോ എന്ന് പറയുമ്പോൾ റെഫറിങ് ടു എ ഗ്ലാൻഡ് ആണ്. ഏത് ഗ്ലാൻഡാണ്? അഡിനോയിഡ് ഗ്ലാൻഡിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് ആഡ്. നമ്മൾ എ ഹൈപ്പൺ പറഞ്ഞല്ലോ, വിത്തൗട്ട് ഫോർമാറ്റോ, അതുപോലെ തന്നെയാണ് കേട്ടോ. ആഡ് എന്ന് പറഞ്ഞാല് വിത്തൗട്ട്, ഇല്ലാതെ അല്ലെങ്കിൽ ഫോർമാറ്റോ, ആവശ്യത്തിന് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് കേട്ടോ. അടുത്തതാണ് അന. അന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പ് അല്ലെങ്കിൽ ബാക്ക്, വൺ മോർ ടൈം എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പ് ബാക്ക്, വൺ മോർ ടൈം. അനാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽഡിംഗ് അപ്പ് ദ കോംപ്ലക്സ് മോളിക്യൂൾ നടത്തുന്നത് അല്ലെ, അനാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പ് അന എന്ന് പറഞ്ഞാൽ അപ്പ് ബാക്ക്, വൺ മോർ ടൈം. അപ്പൊ നമ്മൾ പൊതുവെ മെറ്റാബോളിസത്തിലൊക്കെ അനാബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ്. അതായത് നമ്മൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു ഇതിനെയാണ് അനാബോളിസം എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അത് എക്സാമ്പിൾ ഒന്നും നിങ്ങൾ ചോദിക്കില്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത് മാത്രം കേട്ടോ. അന എന്ന് പറഞ്ഞാൽ അപ്പ് ബാക്ക്, വൺ മോർ ടൈം എന്നുള്ള മീനിങ് ആണ്. ആൻജിയോ എന്താണ് മീനിങ്? വെസൽ എന്നാണ് കേട്ടോ. ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം അല്ലെ. ആൻജിയോഗ്രാം ഒക്കെ എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് വെസലിലാണ് ചെയ്യുന്നത് അല്ലെ. ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലേ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ആൻജിയോ എന്ന് പറയുന്നത് എന്താണ് മീനിങ്? വെസൽ എന്നാണ് കേട്ടോ. അതിനർത്ഥം വെസൽ എന്നാണ്. അടുത്തതാണ് ആന്റി. ആന്റി മീൻസ് പ്രയർ ടു അല്ലെങ്കിൽ ഫോർവേഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രയർ ടു, പിന്നീട് അല്ലെങ്കിൽ മുകൾ ഭാഗം, ഫോർവേഡ് മുന്നോട്ട്. നമ്മൾ ബോഡി പറയുമ്പോൾ ആന്റീരിയർ, പോസ്റ്റീരിയർ എന്ന് പറയും അല്ലെ. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകൾ ഭാഗമാണ്. ആന്റീരിയർ മീൻസ് മുകൾ ഭാഗമാണ് കേട്ടോ. പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്ഭാഗമാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ആന്റി മീൻസ് പ്രയർ ടു അല്ലെങ്കിൽ ഫോർവേഡ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തത് ആന്റി, ആന്റി എന്താണ് മീനിങ്? അവേഴ്സ് ടു അല്ലെങ്കിൽ ഫോർവേഡ് എന്നുള്ള അർത്ഥമാണ്. അവേഴ്സ് ടു എന്ന് വെച്ചാൽ എഗെയിൻസ്റ്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അവേഴ്സ് ടു അല്ലെങ്കിൽ ഫോർവേഡ് എന്നൊക്കെയുള്ള മീനിങ് ആണ് ആന്റി, ആന്റി. അടുത്തതാണ് ആർട്ടീരിയോ. ഓയാണ് പൊതുവെ ചേർക്കുന്ന വവ്വൽ കേട്ടോ. ആർട്ടീരിയോ എന്ന് വെച്ചാൽ എന്താണ്? ആർട്ടറി. നമ്മൾ പഠിച്ചല്ലോ, ആർട്ടീരിയോ വീനസ് കത്തീറ്റർ അല്ലെ. ആർട്ടീരിയോ വീനസ്
ഫിസ്റ്റുല, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ആർട്ടീരിയോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആർട്ടറിയാണ് കേട്ടോ, ആർട്ടറിയാണ്, ധമനിയാണ് കേട്ടോ. അടുത്തത് ആർത്രോ, ആർത്തോ അല്ല ആർത്രോ എന്നാണ് കേട്ടോ, THRO കേട്ടോ, ആർത്രോ നമ്മൾ പഠിച്ചില്ലേ നേരത്തെ. ആർത്രോ, ആർത്രോ എന്താണ്? പെർട്ടൈനിങ് ടു എ ജോയിന്റ്, ഇവിടെ പഠിച്ചു നമ്മള്. ഏതാ? ആർത്രോ എന്നാണ് കേട്ടോ, ആർത്തോ എന്നാണ് എഴുതിയിരുന്നത്. ആർത്രോ വിച്ച് മീൻസ് ജോയിന്റ് കേട്ടോ. ഇവിടെ ആർത്തോ എന്നാണ് എഴുതിയിരുന്നത്, നിങ്ങളൊരു ഇട്ട് വെക്കണം കേട്ടോ. ആർത്രോ, THRO എന്നൊക്കെ പെർട്ടൈനിങ് ടു എ ജോയിന്റ് കേട്ടോ, സന്ധിയുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തതാണ് ഓട്ടോ. ഓട്ടോ എന്താണ്? വൺ സെൽഫ്, നമ്മൾ പറയും ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ. ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ സ്വയം പ്രതിരോധ ശേഷിയൊക്കെയാണ് പറയുന്നത് അല്ലെ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നൊക്കെ പറയൂ അല്ലെ. അപ്പൊ ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ സെൽഫ്, സ്വയം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബൈ എല്ലാവർക്കും അറിയാം, ബൈസിക്കിൾ ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ബൈ എന്ന് പറഞ്ഞാൽ എന്താ? ടു എന്നർത്ഥം. ബയോ എന്താണ്? ഓ എന്ന വമ്പനാണ് പൊതുവെ ചേർക്കുന്നത്. ബയോ, ബയോ എന്ന് പറയുമ്പോൾ ബയോളജി ഓർത്താൽ മതി. എന്താണ്? ബിലോങ്ങിങ് ടു ലൈഫ് അല്ലെ, ജീവനുമായിട്ട് ബന്ധപ്പെട്ടത്, ബിലോങ്ങിങ് ടു ലൈഫ്. അടുത്തതാണ് പ്ലാസ്റ്റോ, അത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റോ, പ്ലാസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജേം ഓർ സെൽ എന്നാണ് കേട്ടോ. ജേം ഓർ സെല്ല്, പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് പ്ലാസ്റ്റോ മൈക്കോസിസ് എന്ന് പറയുന്നത്. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ, പ്ലാസ്റ്റോ മൈക്കോസിസ്. അപ്പൊ പ്ലാസ്റ്റോ എന്ന് പറഞ്ഞാല് ജേം ഓർ സെൽ എന്നർത്ഥം കേട്ടോ. അടുത്തത് ബ്ലിഫാറോ, ബ്ലിഫാറോ, ബ്ലിഫാറോ എന്താണെന്ന് അറിയോ? ബിലോങ്ങിങ് ടു എൻ ഐലിഡ്, ഐലിഡ് കൺപോളയുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ബിലോങ്ങിങ് ടു എൻ ഐലിഡ്, കൺപോളയുമായിട്ട് ബന്ധപ്പെട്ടത്. പ്രത്യേകിച്ച് ബ്ലിഫാറോപ്ലാസ്റ്റി, അതൊരു കോസ്മെറ്റിക് സർജറിയാണ്. നമ്മുടെ കൺപോളകൾ ഉയർത്തുന്ന ഒരു കോസ്മെറ്റിക് സർജറിയാണ് കേട്ടോ. ബ്ലിഫാറോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത്. ബ്ലിഫാറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോങ്ങിങ് ടു എൻ ഐലിഡ്, കൺപോളയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ബ്ലിഫാറോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു ഐലിഡ് ഉയർത്തുന്നതാണ്, അതായത് കൺപോള ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കോസ്മെറ്റിക് സർജറിയാണ് കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ ഇവിടെ മാർക്ക് ചെയ്ത നമ്പേഴ്സ് 3, 9, 13, 14, 17 and 18. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോകാം. അടുത്ത പേജിലോട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് പേജില് 19 തൊട്ടാണ് കേട്ടോ. 19 തൊട്ട് 42 വരെയാണ് കേട്ടോ. 42 വരെയാണ് നമുക്കുള്ളത്. 19 to 42. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ആദ്യം ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. 28 മാർക്ക് ചെയ്യാം കേട്ടോ. 28, 28 മാർക്ക് ചെയ്തോളൂ. 28, 31, 31 കേട്ടോ. 31, 32, 32, 32, 34, 34, 34, 39, 39, 39, then 41, 41, 41. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് 28, 31, 32, 34, 39, 41. ഓക്കെ, മാർക്ക് ചെയ്തോ? വായിക്കാം. ആദ്യത്തെ കേട്ടോ, ബ്രാഡി. എന്താണ്? ബ്രാഡി കേട്ടോ, പ്രിഫിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ബ്രാഡി, BRADY, ബ്രാഡി. ബ്രാഡി മീനിങ് എന്താണ്? ഡെൽ എന്നുള്ള അർത്ഥമാണ്. ഡെല്ല് കുഷിഞ്ഞതായ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഡെല്ലായിട്ടുള്ളത്. അടുത്തതാണ് കാൽക്ക്. കാൽക്ക്, കാൽക്ക് മീനിങ് എന്താണ്? സ്റ്റോൺ അല്ലെങ്കിൽ ഹീൽ എന്നൊക്കെ അർത്ഥമാണ് കേട്ടോ. സ്റ്റോൺ, കല്ല് അല്ലെങ്കിൽ ഹീല്. ഹീല് നമ്മുടെ കുതികാല്, കാല് അറിയാലോ, ഹീല് അല്ലെ. അപ്പൊ അങ്ങനെ രണ്ടർത്ഥമുണ്ട് കേട്ടോ. സ്റ്റോൺ അഥവാ ഹീൽ എന്നർത്ഥമുണ്ട് കേട്ടോ, കാൽക്ക്. ഓക്കെ, അടുത്തതാണ് കാർഡിയോ. നമുക്കറിയാലോ, പൊതുവെ നമ്മൾ ചേർക്കുന്ന വവൽ ഓയാണ്, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രാക്ടിക്കല് ശരിക്കും സ്ലാഷ് പോലെയാണ് എഴുതുന്നത് കേട്ടോ. കാർഡിയോ, കാർഡിയോ അറിയാലോ, ബിലോങ്ങിങ് ടു ഹാർട്ട് അല്ലെ, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടത്. സെഫാലോ, മറക്കരുത് കേട്ടോ. സെഫാലോ, സെഫാലോ എന്താണ്? ബിലോങ്ങിങ് ടു ദ ഹെഡ്, തലയുമായിട്ട്. നമ്മുടെ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നാണ് പറയുക. EEG,
EEG നമ്മള് ഇപ്പൊ എന്താ പറയാ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ പൾസ് മെഷർ ചെയ്യാൻ ECG എടുക്കില്ലേ, അത് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നതുപോലെ ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉണ്ട്, EEG. EEG എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബ്രെയിനിന്റെ പ്രത്യേകിച്ച് നമ്മുടെ തലയുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പൊ സെഫാലോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കണം, ഇറ്റ് ഇസ് ബിലോങ്ങിങ് ടു ഹെഡ് ആണ് കേട്ടോ. ഹെഡ് അല്ലെങ്കിൽ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് സെഫാലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെറിബ്രോ എന്താണ്? ഇറ്റ് ഈസ് ബിലോങ്ങിങ് ടു ദ സെറിബ്രം, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. സെറിബ്രോ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണിത് സെറിബ്രം എന്ന് പറയുന്നത് അല്ലെ. സെറിബ്രം അതുപോലെ മെഡുല ഓബ്ലാങ്കേറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണിത് സെറിബ്രം എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ചിന്ത, ഓർമ്മ, ബുദ്ധി എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് അല്ലെ. സെറിബ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോങ്ങിങ് ടു ദ സെറിബ്രം, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, അടുത്തതാണ് സെർവിക്കോ. സെർവിക്സ് എടുത്തിട്ടുണ്ടോ? സെർവിക്സ് ശരിക്കും ഇതിന്റെ കണക്ഷൻ ആണ് ബിറ്റ്വീൻ ദ യൂട്രസ് ആൻഡ് വാജിന. അതായത് ഗർഭപാത്രവും വാജിനയും തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ സെർവിക്സ് എന്നാണ് പറയുന്നത് കേട്ടോ. സെർവിക്കോ എന്ന് പറഞ്ഞാല് ബിലോങ്ങിങ് ടു ദ നെക്ക് ഓർ യൂട്രൈൻ സെർവിക്സ് ആണ് കേട്ടോ. ബിലോങ്ങിങ് ടു ദ നെക്കായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്, കഴുത്തുമായിട്ട്. അതുകൂടാതെ ഓർ യൂട്രൈൻ സെർവിക്സ് കേട്ടോ, നമ്മുടെ ഗർഭപാത്രവുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട് കേട്ടോ. സെർവിക്കോ എന്നാണ്. അടുത്തതാണ് കൊളെ എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ എന്ന് ഓർത്താൽ മതി കേട്ടോ. കൊളെ മീൻസ് ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ ആണ്. ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ. ബൈൽ അറിയാലോ, പിത്തരസം അല്ലെ. ഗോൾ ബ്ലാഡർ അല്ലെ, ഗോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. പിത്തസഞ്ചി, പിത്തരസം, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വാക്കാണ് കൊളെ. നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയും അല്ലെ. ഓക്കെ, അടുത്തത് കോൺട്രോ. ഓയാണ് പൊതുവെ നമ്മൾ ചേർക്കുന്ന പോലെ ഓയാണ്. കോൺട്രോ മീൻസ് ബിലോങ്ങിങ് ടു കാർട്ടിലേജ് എന്നാണ് കേട്ടോ. ബിലോങ്ങിങ് ടു കാർട്ടിലേജ്, കരുണാസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. കോൺട്രോ ഓക്കെ, ബിലോങ്ങിങ് ടു കാർട്ടിലേജ്, കരുണാസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തത് സർക്കം എന്താണ്? ഓൺ ഓൾ സൈഡ്സ് എബൌട്ട്, അതാണ് ഓൺ ഓൾ സൈഡ്സ് എബൌട്ട്. നമ്മള് മാത്സിൽ പറയും സർക്കംഫറൻസ് അല്ലെ. സർക്കംഫറൻസ് എന്ന് പറഞ്ഞിട്ടാണ് പൊതുവെ ചുറ്റളവാണ് അല്ലെ. എന്താ പറയാ, സർക്കംഫറൻസില് ചുറ്റളവാണ്. ഓൺ ഓൾ സൈഡ്സ് അല്ലെ, എല്ലാ വശവും എബൌട്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് കോൺട്രാ. കോൺട്രായുടെ മീനിങ് എന്താണ്? എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നുള്ള അർത്ഥം. കോൺട്രാസെപ്റ്റീവ് പീസ് എന്നൊക്കെ പറയും. കോൺട്രാസെപ്റ്റീവ് പീസ് അതായത് ഗർഭനിരോധന എന്താ പറയാ ഗുളികകൾ അല്ലെങ്കിൽ മെഡിസിൻസ്. കോൺട്രാ, അപ്പൊ കോൺട്രാ എന്ന് പറയുമ്പോൾ അവിടെ പ്രഗ്നൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അല്ലെ. ഓക്കെ, അതായത് അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് കിട്ടും നമുക്ക്. കോൺട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തതാണ് കോസ്റ്റോ. കോസ്റ്റോ എന്ന് പറഞ്ഞാല് ബിലോങ്ങിങ് ടു എ റിപ്പ്. റിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഭാര്യതാണ് കേട്ടോ. ബിലോങ്ങിങ് ടു എ റിപ്പ് കേട്ടോ. കോസ്റ്റ് എന്താണ്? കോസ്റ്റോ, ബിലോങ്ങിങ് ടു എ റിപ്പ് കേട്ടോ. റിപ്പ്. അടുത്തതാണ് സയാനോ. എന്താണ്? സയാനോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂ എന്നാണ് അർത്ഥം. സയാനോസിസ് എന്നൊക്കെ പറയും. അതായത് നമ്മൾ ഈ നമ്മുടെ ശരീര കലകൾക്ക് ആവശ്യമായിട്ട് ബ്ലഡ് കിട്ടാത്ത ഒരു അവസ്ഥയില് നമ്മുടെ ശരീരം ഒരു നീല കളറാവാനായിട്ട് തുടങ്ങും. ഓക്കെ, എന്നുവെച്ചാൽ നമുക്ക് ഓക്സിജൻ കലർന്നിട്ടുള്ള ആ ഒരു രക്തം വേണ്ട രീതിയിൽ നമ്മുടെ ശരീര കലകൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ശരീരം ഒരു ബ്ലൂയിഷ് കളറിലോട്ട് മാറാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് സയാനോസിസ് എന്നാണ് എന്നെ പറയുന്നത്. സയാനോസിസ് കേട്ടോ. അപ്പൊ സയാന എന്ന വാക്കിന്റെ അർത്ഥം ബ്ലൂ എന്നാണ് കേട്ടോ. അടുത്തതാണ് സിസ്റ്റോ. എന്താണ്? സിസ്റ്റോ എന്നൊക്കെ പറയുന്നത് എന്താണ്? റിലേറ്റിംഗ് ദ ബ്ലാഡർ ആണ് കേട്ടോ. ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറ്റ്സ് ഒരു ബാഗ് അല്ലെങ്കിൽ പൗച്ച്, ബ്ലാഡർ. ഓക്കെ, പിത്തസഞ്ചി, പിത്താശയം എന്നൊക്കെ പറയുന്നത്. സിസ്റ്റോ മീൻസ് റിലേറ്റിംഗ് ദ ബ്ലാഡർ ആണ് കേട്ടോ. ബ്ലാഡറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അടുത്തതാണ് സൈറ്റോ. നമ്മൾ മറക്കില്ല കാര്യം, നമ്മൾ ലബോറട്ടറി പഠിച്ചപ്പോ സൈറ്റോളജി പഠിച്ചതാണ് അല്ലെ. അപ്പൊ സൈറ്റോ എന്താണ്? റിലേറ്റിംഗ് ടു എ സെൽ അല്ലെ. കോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൈറ്റോ എന്ന് പറയുന്നത്. സൈറ്റോളജി എന്ന് നമ്മൾ പറയാം. സൈറ്റോ എന്താണ്? റിലേറ്റിംഗ് ടു എ സെൽ ആണ്. അടുത്തത് DE ഹൈഫൺ ആണ്. DE എന്ന് വെച്ചാൽ ഡൗൺ ഫ്രം, താഴത്ത് നിന്ന് നമ്മൾ പറയില്ലേ, ഡൗൺ ഫ്രം. ഡി. ഓക്കെ, ഡെർമറ്റോ അത് മറക്കില്ലല്ലോ. ഡെർമാറ്റോ എന്തുമായിട്ട്? ഡെർമറ്റോളജി. ഡെർമാറ്റോ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റഡ് ടു ദ സ്കിൻ ആണ് അല്ലെ. ത്വക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത്
ഡൈ, DI ഡൈ എന്താണ്? 2 times അല്ലെങ്കിൽ ഡബിൾ എന്ന മീനിങ് ആണ് കേട്ടോ. ഡൈ എന്താണ്? 2 times അഥവാ ഡബിൾ എന്ന മീനിങ് ആണ് കേട്ടോ. ഡയ, ഡയ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രൂ, കംപ്ലീറ്റ്ലി എന്നർത്ഥം കേട്ടോ. ഡയ, DIA, ഡയ മീൻസ് ത്രൂ അഥവാ കംപ്ലീറ്റ്ലി. ഇപ്പൊ നമ്മൾ പറയില്ലേ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാണ്. അപ്പൊ ഡയ മീൻസ് ത്രൂ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തതാണ് ഡിസ്, ഡിസ്ഫങ്ഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഡിസ്ഫങ്ഷൻ. ഡിസ് എന്ന് വെച്ചാൽ ടഫ്, അഗഡൈസിങ്, അബ്നോർമൽ അല്ലെ, വളരെ എന്താ പറയാ വേദനിപ്പിക്കുന്ന, അഗഡൈസിങ് മീൻസ് വേദനിപ്പിക്കുന്നത്, അബ്നോർമൽ ആയിട്ട് അല്ല അസാധാരണമായിട്ട്, ടഫ് ആയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പൊ അതാണ് ഡിസ്ഫങ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ തെറ്റായിട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള പ്രവർത്തനം എന്നാണ് അല്ലെ. അടുത്തത് എക്ടോ, എക്ടോ, എക്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഫ്രം എന്നാണ് കേട്ടോ, പുറത്തു നിന്ന്. എക്ടോ, എക്ടോ ഔട്ട് കേട്ടോ, ഔട്ട് ഫ്രം ആണ്. അടുത്തത് ഇലക്ട്രോ, ഇലക്ട്രോ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം റിലേറ്റീവ് ടു ഇലക്ട്രിസിറ്റി അല്ലെ. ഇലക്ട്രോ എന്താണ്? റിലേറ്റീവ് ടു ഇലക്ട്രിസിറ്റി. എൻറ്റോ, എൻറ്റോ ഓ എന്ന മൊബൈലാണ് പൊതുവെ ചേർന്നത് കേട്ടോ. എൻറ്റോ എന്താണ്? ഇൻസൈഡ്. എൻഡോമെട്രി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഗർഭപാത്രത്തിനുള്ളിലുള്ള ലെയറിന് നമ്മള് എൻഡോമെട്രി എന്നാണ് പറയുന്നത്. അപ്പൊ എൻട്രോ എന്ന് പറഞ്ഞാല് എൻട്രോ അല്ല എൻഡോ, എൻഡോ മീൻസ് ഇൻസൈഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എൻറ്റെറോ, എൻറ്റെറോ, ഗാസ്ട്രോ എൻറ്ററോളജി നമ്മൾ പഠിച്ചതാണ് ഡിപ്പാർട്ട്മെന്റിൽ. എൻറ്റെറോ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ടു ദ ഇൻഡസ്റ്റൈൻസ് ആണ് കേട്ടോ. അതായത് കുടലുമായിട്ട് ബന്ധപ്പെട്ടത്, റിലേറ്റീവ് ടു ദ ഇൻഡസ്റ്റൈൻസ്, കുടലുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തതാണ് എപ്പി, EPA, എപ്പി എന്താണ് മീനിങ്? അപ്പോൺ, എന്താണ് അർത്ഥം? അപ്പോൺ അല്ലെങ്കിൽ ഓൺ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൺ അഥവാ ഓൺ എന്നുള്ള മീനിങ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ മാർക്ക് ചെയ്തത് ഇതൊക്കെയായിരുന്നു 28, 31, 32, 34, 39, 41. ഓക്കെ, ഇത്ര ഈ ഇവിടുത്തെ 2 പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കൂ. ഒരു 2 minutes ഒന്ന് വായിക്കൂ. കുറച്ച് വെള്ളം കുറച്ച്. ഓക്കെ, വായിച്ചു നോക്കിയോ? വായിച്ചോ? ഓക്കെ, അടുത്ത പേജിലോട്ട് പോവാം നമുക്കത്. നെക്സ്റ്റ് പേജിലോട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന പലതും ഉണ്ടല്ലോ, നമ്മള് പല ചാപ്റ്ററുകളിലൊക്കെ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ളതാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും മുന്നിൽ ചോദിച്ചിട്ടുള്ളതും വരാൻ സാധ്യതയുള്ളത് ഒക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് പഠിച്ച് തന്നെ നിങ്ങൾ പോകണം കേട്ടോ. അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം കുറേയൊക്കെ ചെന്ന് കുറേയൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് കിടക്കാം കേട്ടോ. നെക്സ്റ്റ് പേജില് 43 തൊട്ട് 65 വരെയാണ് കേട്ടോ. 43 തൊട്ട് 65 വരെയാണ് കേട്ടോ. 43 തൊട്ട് 65 വരെയാണ് ആ ഒരു പേജിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ മാർക്ക് ചെയ്തോളൂ കേട്ടോ. ഏതൊക്കെ നമ്പേഴ്സ് ആണ് നോക്കാം. 47, 47 കേട്ടോ. 47, 48,
48, 49, 49, 50, 50 മാർക്ക് ചെയ്തു കേട്ടോ. 50, 52, 52, 53, 53, 56 കേട്ടോ, 56, 57, 57, 58 കേട്ടോ, 58, then 65, 65. കിട്ടിയോ? ഇവിടെ വായിക്കാം. 47, 48, 49, 50. അതെ രഹന. 52, 53, 56, 57, 58, 65. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ പറയുന്നത്. കാരണം ഇത് പഠിക്കാൻ ഒരുപാടുണ്ട്. ടെർമിനോളജി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 327 എണ്ണം പഠിക്കാനുണ്ട്. പ്രിഫിക്സും സഫിക്സും അബ്രിവേഷനും ഒക്കെ ഉൾപ്പെടെ. അപ്പൊ 327 പഠിക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്തത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അതെന്തായാലും പഠിച്ചു തന്നെ പോകും. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. റിപ്പീറ്റ് ചെയ്യണോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം കേട്ടോ. 47, 48, 49, 50, 52, 53, 56, 57, 58, 65 കേട്ടോ. വായിക്കാം. ഫസ്റ്റ് വൺ എറിത്രോ. എറിത്രോ എന്തിനാന്ന് അറിയാമോ? റിലേറ്റഡ് ടു എനിത്തിങ് റെഡ് or to erythrocyte. അതന്നെ കറക്റ്റ് ആണ്. അക്സിലേഷനെ കുറച്ച് ദിവസമായിട്ട് കണ്ടില്ലല്ലോ. RBC റെഡ് ബ്ലഡ് സെൽ ആണ് കേട്ടോ. ഓക്കെ, അതായത് എറിത്രോസൈറ്റ്. എനിക്ക് സുരേഷനെയാണ് തോന്നുന്നത് ചോദിച്ചത് അല്ലെ. RBCയുടെ എറിത്രോസൈറ്റ് ചോദിക്കോ എന്നൊക്കെ ചോദിച്ചത് അല്ലെ. അപ്പൊ അത് ഞാൻ പറഞ്ഞു മെഡിക്കൽ ടെർമിനോളജിക്കകത്ത് വരുന്നുണ്ട്. അപ്പൊ RBCയുടെ സയന്റിഫിക് നെയിം ആണ് കേട്ടോ. എറിത്രോസൈറ്റ് എന്നാണ് പറയാം. റിലേറ്റീവ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ സയന്റിഫിക് പേരാണ് കേട്ടോ. എറിത്രോസൈറ്റ് എന്നാണ് പറയാ കേട്ടോ. എറിത്രോ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, റെഡുമായിട്ട് ബന്ധപ്പെട്ട്. ദാറ്റ് മീൻസ് റെഡ് ബ്ലഡ് സെൽ ഉണ്ടല്ലോ, അതിന്റെ സയന്റിഫിക് നെയിം ആണ് കേട്ടോ. അടുത്തതാണ് EU. EU എന്ന് പറയാൻ ഒരു ഹൈഫൺ ഉണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഇതൊക്കെയാണ് ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ EU. ഓക്കെ, അടുത്തത് എക്സോ. എക്സോ എന്താണ്? എക്സ്റ്റീരിയർ. എന്താണ്? എക്സ്റ്റീരിയർ. എക്സോ മീൻസ് എക്സ്റ്റീരിയർ. അടുത്തത് എക്സ്ട്രാ. എക്സ്ട്രാ എന്ന് പറയുമ്പോൾ അറിയാലോ, എക്സ്റ്റീരിയർ അഥവാ ഇൻ അഡീഷൻ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. എക്സ്ട്രാ, എക്സ്റ്റീരിയർ അഥവാ ഇൻ അഡീഷൻ എന്നൊക്കെ അതിന് പുറമെ, ഇൻ അഡീഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തത് ഗൈസ്ട്രോ. അതൊരു ലാറ്റിൻ പദമാണ്. ഗൈസ്ട്രോ എന്താണ് അതിന്റെ ഇംഗ്ലീഷ് മീനിങ്? എന്താണ്? റിലേറ്റഡ് ടു ദ സ്റ്റൊമക്ക് അല്ലെ. സ്റ്റൊമക്ക് നമ്മുടെ ആമാശയം. ഗൈസ്ട്രോ എൻട്രോളജി നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, എൻറ്ററോ എന്ന് പറഞ്ഞാല് റിലേറ്റഡ് ടു ഇൻഡസ്റ്റൈൻ ആണ്. എൻറ്ററോ എന്താണ്? കുടലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഗൈസ്ട്രോ എന്ന് പറഞ്ഞാല് റിലേറ്റഡ് ടു ദ സ്റ്റൊമക്ക് ആണ്, ആമാശയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്ലൈക്കോ അറിയാം, ഷുഗർ അല്ലെ. ഗ്ലൈക്കോജൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഗ്ലൈക്കോജൻ, ഗ്ലൈക്കോ, ഗ്ലൂക്കോസ്, ഗ്ലൈക്കോ എന്നൊക്കെ കേൾക്കുമ്പോ ഷുഗർ ആണ് കേട്ടോ. ഓക്കെ, ഗൈനക്കോളജി അറിയാലോ, റിലേറ്റഡ് ടു ദ ഫീമെയിൽസ് ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെ. സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട്, പ്രത്യുൽപാദന അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഗൈനക്കോളജി എന്നല്ലേ നമ്മൾ പറയും. ഓക്കെ, ഗൈനക്കോ relating to females of the female reproductive organs. ഹെമിറ്റോ. ഹീം എന്നൊക്കെ കേൾക്കുമ്പോ ബ്ലഡ് ആണ് കേട്ടോ. ഹെമിറ്റോ കേട്ടോ. എന്താണ്? റിലേറ്റീവ് ടു ബ്ലഡ് കേട്ടോ. ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് റിലേറ്റീവ് ടു ബ്ലഡ് കേട്ടോ. അടുത്തത് ഹെമി. എന്താ? ഹാഫ് എന്നർത്ഥം. ഹെമിസ്ഫിയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് മെഡിക്കൽ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് അർദ്ധഗോളം എന്നൊക്കെ നമ്മൾ പഠിക്കില്ലേ? ജോഗ്രഫി ഒക്കെ പറയുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ ഒക്കെയാണ് പറയുക അല്ലെ. അതായത് ഉത്തരാർദ്ധഗോളം, ദക്ഷിണാർദ്ധ ഒരു ഭാഗമാണ്. ഹെമി മീൻസ് ഹാഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, പകുതി എന്നുള്ള അർത്ഥമാണ്. അടുത്തത് ഹെമോ.
ഹീം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ടു ബ്ലഡ് കേട്ടോ, ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ഹെപ്പാറ്റോ. എന്താണ് ഹെപ്പാറ്റോ? ഹെപ്പാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെപ്പാറ്റോ ഹെപ്പറ്റോളജി എന്താണ് കിട്ടുന്നത് നമുക്ക്? റിലേറ്റീവ് ടു ദ ലിവർ ആണ് അല്ലെ, കരളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹെപ്പാറ്റോ എന്താണ്? റിലേറ്റീവ് ടു ദ ലിവർ അല്ലെ, കരളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ഹെക്ടർ. ഹെക്ടർ എന്താണ്? ഹെക്ടർ മീൻസ് മദർ. വാരിയസ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ, മദർ അഥവാ വാരിയസ്. അടുത്തത് ഹോം. ഹോം മീൻസ് എന്താണ്? ഐഡന്റിക്കൽ. എന്താണ്? ഐഡന്റിക്കൽ, ഒരുപോലെയുള്ളത് ഹോം. ഓക്കെ, ഐഡന്റിക്കൽ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രോ. ഹൈഡ്രോ ഹൈഡ്രോ ഹൈഡ്ര എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ? ഹൈഡ്ര അല്ല, ഹൈഡ്രോ ഇത് കേൾക്കുമ്പോൾ എന്താണ്? വാട്ടർ ആണ് അല്ലെ, ഹൈഡ്രോളജി ഒക്കെ നമ്മൾ പറയില്ലേ, ഹൈഡ്രോ അല്ലെ, എന്താണ്? വാട്ടർ. അടുത്തത് ഹൈപ്പർ. ഹൈപ്പർ ഇതിന്റെ കൂടെ ഹൈപ്പർ എന്ന് ചേർത്താൽ അതിന്റെ അർത്ഥം ഹൈ ലെവൽ എന്നാണ് അല്ലെ, ഓവർ അഥവാ സൂപ്പർ ഫ്ലൂവസ് എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ, ഓവർ സൂപ്പർ ഫ്ലൂവസ്. ഓക്കെ, അതാണ് ഹൈപ്പർ. ഹൈപ്പോ താഴ്ന്നത് അല്ലെ. ഹൈപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈപ്പർ പറയുമ്പോൾ ഹൈ ലെവലാണ്. ഹൈപ്പർ തൈറോയിഡിസം അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് വെച്ചാൽ തൈറോയിഡിന്റെ അളവ് ഓവർ ആവുന്ന അവസ്ഥ അല്ലെ, തൈറോക്സിൻ ഹോർമോൺ അളവ് കൂടുമ്പോഴാണ് ഹൈപ്പർ തൈറോയിഡിസം വരുന്നത് അല്ലെ. ഹൈപ്പർ ടെൻഷൻ വെച്ചാൽ ബി പി കൂടുന്ന അവസ്ഥ, ഓവർ ആവുന്ന അവസ്ഥ അല്ലെ, ഹൈപ്പർ ടെൻഷൻ. ഇനി അതിന് ഏത് വിപരീതമാണ് ഹൈപ്പോ. ഹൈപ്പോ എന്ന് പറയുന്ന അണ്ടർ അഥവാ ഇൻസഫിഷ്യന്റ്, അടിയെ അല്ലെ, അതിന് താഴെ എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഹൈപ്പോ തൈറോയിഡിസം, തൈറോക്സിന്റെ അളവ് തീരെ കുറയുന്ന അവസ്ഥ. ഹൈപ്പോ ടെൻഷൻ, ബി പി കുറയുന്ന അവസ്ഥ അല്ലെ. അപ്പൊ അത് അണ്ടറാണ്, ഇൻസഫിഷ്യന്റ് ആണ്, ആവശ്യത്തിന് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് കേട്ടോ. അടുത്തത് ഹിസ്റ്ററോ. എന്താണ്? ഹിസ്റ്ററോ എന്നാണ് കേട്ടോ. ഹിസ്റ്ററോ, ഹിസ്റ്റീരിയ. ഓക്കെ, ഹിസ്റ്റർ മീൻസ് റിലേറ്റഡ് ടു ദ യൂട്രസ് ആണ് കേട്ടോ. ഹിസ്റ്റീരിയോപ്റ്റമി എന്നൊക്കെ പറയൂ കേട്ടോ, സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസ്. ഹിസ്റ്റീരിയോ എന്ന് എടുത്താണ് പറഞ്ഞത്, ഹിസ്റ്റീരിയോ എന്നല്ല, ഹിസ്റ്റർ. ഹിസ്റ്റർ മീൻസ് റിലേറ്റഡ് ടു ദ യൂട്രസ് ആണ്, ഹിസ്റ്റീരിയോപ്റ്റമി എന്നൊക്കെ പറയും. സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസ്, യൂട്രസ് എടുത്ത് മാറ്റുന്ന ആ ഒരു സർജിക്കൽ പ്രൊസീജിയർ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഹിസ്റ്റർ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ദ യൂട്രസ് എന്നാണ്. അടുത്തത് ഇൻഫ്ര. ഇൻഫ്ര എന്താണ്? ബെനെത്ത്, ഫർദർ ഓൺ അല്ലെ, ബെനെത്ത് മീൻസ് അണ്ടർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇൻഫ്രാസോണിക് എന്നൊക്കെ നമ്മൾ പറയുന്നത് സാധാരണ സൗണ്ട് ഓഡിബിൾ ഫ്രീക്വൻസിക്ക് താഴെയുള്ള ഫ്രീക്വൻസി ആവുമ്പോൾ അതിന് താഴെ വരുന്നത് നമ്മൾ ഇൻഫ്ര എന്നാണ് പറയുന്നത്. ഇൻഫ്ര അല്ലെ, ഇൻഫ്രാസോണിക് എന്നൊക്കെ കേട്ടില്ലേ, ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഓഡിബിൾ ഫ്രീക്വൻസി ഉണ്ട് അല്ലെ, 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയാണ് നമുക്ക് ഓഡിബിൾ ഫ്രീക്വൻസി. അത്രയുള്ളൂ, കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി അത്രയുള്ളൂ അല്ലെ. അതിന് താഴെ 20 ഹെർട്സിന് താഴെ ഉള്ളതാണ് നമ്മൾ ഇൻഫ്ര എന്നാണ് പറയുക അല്ലെ. എന്ന് വെച്ചാൽ നമുക്ക് ഓഡിബിൾ ആണോ? അല്ല, നമുക്ക് കേൾക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ശബ്ദം അല്ലെ. ഓക്കെ, അതേസമയം ഇതിന് കേൾക്കാൻ പറ്റും, മൃഗങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റും അല്ലെ. അതുകൊണ്ടാണ് ഈ ഭൂകമ്പം അങ്ങനത്തെ വരുമ്പോൾ പക്ഷിമൃഗാദികൾക്കൊക്കെ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്നത് അവര് ഇൻഫ്രയാണ്. അവർക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നത്, നമുക്ക് കേൾക്കുന്നില്ല അല്ലേ. ഓക്കെ, അതിനെ പറഞ്ഞത് മാത്രം ഇൻഫ്ര എന്ന് പറയുമ്പോൾ താഴെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബെനിത്ത്, ഫർദറോൺ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇന്റർ എന്താണ്? ഇൻ ദ മിഡിൽ ഓഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇന്റർ മീൻസ് ഇൻ ദ മിഡിൽ ഓഫ്. ഇൻട്ര എന്താണ്? ഇൻസൈഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതെപ്പോഴും നമുക്കൊരു ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ. ഇൻട്ര എന്ന് കേട്ടാൽ വിത്തിൻഡ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇൻസൈഡ് എന്നുള്ള അർത്ഥമാണ്, മറന്നു പോകരുത് കേട്ടോ. അങ്ങനെയുള്ള വാക്കുകൾ ഇനി കാണും നമ്മള്. ഇൻട്രയും ഇന്ററും എല്ലാം പരസ്പരം അങ്ങോട്ട് മാറിപ്പോകും. ഇന്റർ എന്ന് പറയുന്നത് ഇൻ ദ മിഡിൽ ഓഫ്, രണ്ട് വ്യത്യസ്തങ്ങളായുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇന്റർ പറയുന്നത്. ഇൻട്ര എന്ന് പറഞ്ഞാൽ വിത്തിൻഡ അല്ലെങ്കിൽ ഇൻസൈഡ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ഐസോ എന്ന മീനിങ് ഈക്വൽ എന്നാണ് കേട്ടോ. ഈക്വൽ, ഐസോതേം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഐസോബാർ എന്ന് പറയുമ്പോൾ ഒരേ ടെമ്പറേച്ചർ ഉള്ളത്, ഒരുപോലെ ടെമ്പറേച്ചർ ഉണ്ട്. ഐസോബാർ ഒരേപോലെ പ്രശ്നം വരുന്ന സ്ഥലത്ത് അപ്പൊ നമ്മള് ഒരുപോലെ ഈക്വൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഐസോ മീൻസ് ഈക്വൽ ആണ്. ലാറ്ററോ മീൻസ് സൈഡ് കേട്ടോ. ലാറ്ററൽ എന്നാണ് നമ്മൾ പറയുക അല്ലെ. ലാറ്ററൽ മീൻസ് സൈഡ് എന്നുള്ള അർത്ഥമാണ്. ലാറ്ററോ ഓ എന്ന ബൊമ്മനാണ് പൊതുവെ ചേർക്കാണ് കേട്ടോ. സൈഡ് എന്നാണ്. അടുത്തത് ല്യൂക്കോ എന്തിന്റെ എന്നറിയാമോ? റിലേറ്റിംഗ് ടു എനിത്തിങ് വൈറ്റ് ഓർ ടു ല്യൂക്കോസൈറ്റ്. ല്യൂക്കോസൈറ്റ് ഏതാ? WBC ആണ് കേട്ടോ. ശ്വേതരക്താണുക്കൾ. എറിത്രോസൈറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നത്? RBC. ല്യൂക്കോസൈറ്റ്, ല്യൂക്കോ എന്ന് കേട്ടാൽ WBC ആണ് കേട്ടോ. വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്.
ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാം. നെക്സ്റ്റ് പേജില് 66 തൊട്ട് 90 വരെയാണ് കേട്ടോ. 66 തൊട്ട് 90 വരെയാണ്. 66 to 90 വരെയാണ്. മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് പറയാം കേട്ടോ. 67 മാർക്ക് ചെയ്തോളൂ. 67, 70 70 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 70, 73 73, 73, 79 79 കേട്ടോ. 79, 80 80 മാർക്ക് ചെയ്യാം കേട്ടോ. 84 84, 84. Then 89 89. ഒന്നുകൂടെ പറയാം. 67, 70, 73, 79, 80, 84, 89 ഇത്രയും മാർക്ക് ചെയ്യും കേട്ടോ. കിട്ടിയോ എല്ലാവർക്കും? ആയിക്കോട്ടോ. അതിന്റെ ലിത്തോസ്ഫിയർ കേട്ടിട്ടുണ്ട് നിങ്ങള്? ലിത്തോസ്ഫിയർ നമ്മൾ ഈ ഭൂമിയിൽ പറയുമ്പോൾ ഏറ്റവും പുറമേയുള്ള ഭാഗത്തിന് ലിത്തോസ്ഫിയർ തന്നെ നമ്മൾ പറയാം. അപ്പൊ ലിത്തോ എന്നൊന്ന് ചിന്തിക്കാം. ഇത് ഞാൻ പറഞ്ഞ പഠിക്കേണ്ടതല്ല കേട്ടോ, പക്ഷെ ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ്. ലിത്തോ റിലേറ്റഡ് ടു സ്റ്റോൺ, കല്ലുകള്. ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ കല്ലുകളും പാറകളും ഒക്കെ ഉള്ള ആ ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ ലിത്തോ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു സ്റ്റോൺ ആണ് കേട്ടോ, കല്ലുമായിട്ട് ബന്ധം. നമ്മൾ പറയുന്ന സ്റ്റോൺ ഒക്കെ വരില്ലേ, അവിടേക്ക് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കേട്ടോ. ലിത്തോ മീൻസ് റിലേറ്റഡ് ടു സ്റ്റോൺ. അടുത്തത് മാക്രോ ഹ്യൂജൻ ആണ് കേട്ടോ. അവിടെ ഹൈജൻ ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ എങ്ങനെയാ? ഹൈജൻ ആണോ? ഹൈജ് ആണെങ്കിൽ തിരുത്തണം കേട്ടോ. ഹ്യൂജൻ ആക്കണേ. ഹ്യൂജ് കറക്റ്റ് ആണോ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത്? കറക്റ്റ് ആണോ? ഹ്യൂജൻ തന്നെയാണോ എടുക്കുന്നത്? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ഹൈറ്റ്സിനാണ് കേട്ടോ, ഹ്യൂജിനാണ് കേട്ടോ. ഓക്കെ, മാക്രോ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം. മാക്രോ എന്ന് പറയുന്നത് ഹ്യൂജ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, ലാർജ്. ഓക്കെ, ഹ്യൂജ് അല്ലെങ്കിൽ ലാർജ് രണ്ടും ശരിയാണ് കേട്ടോ. മാൽ മീൻസ് എന്താ? പ്രിഫിക്സ് മീൻസ് ബാഡ് ഓർ അൺയൂഷ്വൽ അല്ലെ. ബാഡ് ഓർ അൺയൂഷ്വൽ നമ്മൾ പറയില്ലേ, മാൽ ഫംഗ്ഷൻ എന്നൊക്കെ പറയില്ലേ. മാൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺയൂഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ ബാഡ് ആയിട്ട് ശരിയല്ലാത്ത രീതിയിലൊക്കെ ഫംഗ്ഷൻ ആവുമ്പോൾ നമ്മൾ മാൽ ഫംഗ്ഷൻ ആണ് പറയുക അല്ലെ. മാൽ ന്യൂട്രീഷ്യൻ എന്നൊക്കെ പറയൂല്ലേ, പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ യൂഷ്വൽ രീതിയിൽ നമുക്ക് ലഭിക്കാത്തൊരവസ്ഥ അല്ലെ. അതാണ് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെ. സോ ബാഡ് ഓർ അൺയൂഷ്വൽ. മെഡിൽ മീൻസ് മിഡിൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മിഡിൽ ആണ് കേട്ടോ. മെഗാ എന്ന അർത്ഥം ഹ്യൂജ്. ആലോചിച്ചാൽ കിട്ടുന്നത് മെഗാ. ഹെപ്പാറ്റോമെഗാലി എന്നൊക്കെ പറയും. ഹെപ്പാറ്റോമെഗാലി എന്ന സംഭവം നമ്മുടെ ലിവർ ഇങ്ങനെ വലിപ്പം വെക്കുന്ന അവസ്ഥയാണ് അല്ലെ. ഫാറ്റി ലിവർ ഒക്കെ വരുമ്പോൾ ലിവർ ഇങ്ങനെ വലിപ്പം വെക്കും. ഓക്കെ, അപ്പൊ മെഗാ മീൻസ് ഹ്യൂജ് എന്നുള്ള അർത്ഥം. മെഗാമേള എന്ന് പറയുന്നത് വലിയ മേളനെയല്ലേ നമ്മൾ മെഗാ സ്റ്റാർ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ ഹ്യൂജ് കേട്ടോ. മെലാൻ എന്ന് പറയുമ്പോൾ മീനിങ് ബ്ലാക്ക് എന്നാണ് കേട്ടോ. ബ്ലാക്ക് നമുക്കറിയാം, നമ്മുടെ സ്കിന്നില് ഈ പറയുന്ന കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് മെലാനിൻ എന്നാണ് പറയുന്നത്. മെലാനിൻ. അപ്പൊ നമ്മുടെ മുഖത്തൊക്കെ ചെറിയ മറുക് പോലെയൊക്കെ കാണുമ്പോൾ മറുക് കറുത്തിട്ടല്ലേ, ബ്ലാക്ക് കളറല്ലേ. ഈ മെലാനിൻ ഇങ്ങനെ കട്ട പിടിക്കുന്ന ഭാഗത്താണ് നമുക്ക് ഇങ്ങനെ കറുത്ത മറുക് പോലെ കാണപ്പെടുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ മെലാൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കേട്ടോ. ബ്ലാക്ക് നമ്മുടെ മുഖത്ത് മറുകുണ്ടാവില്ലേ, കറുത്ത മറുകുണ്ടാവില്ലേ, ആ മെലാനിൻ കട്ട പിടിക്കുന്ന ഭാഗങ്ങളിലാണ് കറുത്ത ആ ഒരു മറുക് വരുന്നത്. സോ ഒന്ന് അങ്ങനെ ചിന്തിച്ചാൽ മെലാൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കേട്ടോ. ബ്ലാക്ക്. ഓക്കെ, മെനിഞ്ചോ എന്താണ്? മെനിഞ്ചോ റിലേറ്റഡ് ടു എ മെംബ്രെയിൻ. മെനിഞ്ചസിനെ പറ്റി അറിയോ? നമ്മുടെ തലച്ചോറ്, നമ്മുടെ സ്പൈനൽ കോഡ്, ഇതിനൊക്കെ ആവരണം ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് എന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്നത് അല്ലെ. മെനിഞ്ചസ്. ഓക്കെ, മെനിഞ്ചസ് എന്താണ്? നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ്, നമ്മുടെ സ്പൈനൽ കോഡ് ഇതിനെല്ലാം കവർ ചെയ്യുന്ന ഒരു ആവരണമാണ്, മെംബ്രെയിൻ ആണ് മെനിഞ്ചസ് ആണ് പറയാ കേട്ടോ. അപ്പൊ മെനിഞ്ചോ എന്ന് പറഞ്ഞാൽ തന്നെ റിലേറ്റഡ് ടു ദ മെംബ്രെയിൻ മെനിഞ്ചസ് എന്നാണ് കേട്ടോ. മെനിഞ്ചസ് ആണ്. മൈക്രോ എന്താണ്? ടൈനി അല്ലെ. മാക്രോ ഹ്യൂജ്.
മൈക്രോസ്കോപ്പിക് എന്നൊക്കെ പറയുമ്പോൾ ടൈനി അല്ലെ, ചെറുത്. മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞിതല്ലേ, ടൈനി ആയിട്ടുള്ളത് കേട്ടോ. മോണോ എന്താണ്? സിംഗിൾ ആണ് കേട്ടോ. സിംഗിൾ ആണ്. അടുത്തത് മൈലോ. ഓയാണ് പൊതുവെ നമ്മൾ ചേർക്കുന്ന വെർബ് കേട്ടോ. മൈലോ മീൻസ് റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ് അഥവാ ബോൺ മാരോ കേട്ടോ. നമ്മുടെ സ്പൈനൽ കോഡ്, സുഷുമ്നാ നാഡിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ബോൺ മാരോ, അസ്ഥിമജ്ജ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മള് മൈലോ എന്നാണ് പറയുക കേട്ടോ. അടുത്തത് മയോ. മയോ എന്ന് കേൾക്കുമ്പോൾ മയോ മീൻസ് മസിലാണ് കേട്ടോ. മയോകാർഡിയം, ഹാർട്ടിന്റെ മസിൽ. മയോകാർഡിയം. മയോ മീൻസ് മസിലാണ് കേട്ടോ. മയോ എന്താണ്? മസിലാണ് കേട്ടോ. മറന്നു പോകരുതേ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എവിടെയെങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. റിലേറ്റിംഗ് ടു മസിൽ. അടുത്തതാണ് നാസോ. നോസ് ആണ്. റിലേറ്റിംഗ് ടു ദ നോസ്, മൂക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. നാസോ. അടുത്തത് നിയോ എന്നാണ് കേട്ടോ. നിയോ. ഓ എന്ന വെർബിലാണ് പൊതുവെ ചേർക്കുക. നിയോനാറ്റൽ നമ്മൾ പഠിച്ചില്ലേ? നിയോ മീൻസ് ന്യൂ ബോൺ ബേബി. ന്യൂ അല്ലെ? ന്യൂ ബേബി അല്ലെ? ന്യൂ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ന്യൂ എന്നുള്ള അർത്ഥമാണ്. അടുത്തത് നെഫ്രോ നമുക്കറിയാം, റിലേറ്റീവ് ടു ദ കിഡ്നി. നെഫ്രോളജി നമ്മൾ പഠിച്ചതാണ്. സോ റിലേറ്റിംഗ് ടു ദ കിഡ്നി. ന്യൂറോ അറിയാലോ, എന്താണ്? റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം അല്ലെ, നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നൊക്റ്റ് എന്ന വാക്കിന്റെ മീനിങ് എന്താ അറിയോ? നൈറ്റ് എന്നാണ് കേട്ടോ. ഇത് നമ്മൾ പഠിക്കും. നൊക്ടേണൽ നമുക്ക് പറയും. നൈറ്റ് ആണ് കേട്ടോ. നൊക്റ്റ് മീൻസ് നൈറ്റ് എന്നാണ് മീനിങ് കേട്ടോ. നൈറ്റ്. ഓക്കെ. ഒലിഗോ എന്താണെന്ന് അറിയോ? ടൈനിയിലാക്കി, ഡെഫിഷ്യന്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ചെറിയ കുറവ്, അഭാവം, അതിനൊക്കെയാണ് നമ്മൾ ഒലിഗോ എന്ന് പറയുന്നത് കേട്ടോ. ഊഫോറോ എന്താണ്? ഊഫോറോ മീൻസ് റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ നെർവസ് സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട് ന്യൂറോ നമ്മൾ പറഞ്ഞു. അതുകൂടാണ്ട് ഊഫോറോ നമുക്കധികം പരിചിതമല്ല കേട്ടോ, പക്ഷെ നോട്ട് ചെയ്ത് വെക്കുക. ഊഫോറോ മീൻസ് റിലേറ്റീവ് ടു ദ നെർവസ് സിസ്റ്റം ആണ് കേട്ടോ. നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒഫ്താൽമോ തെറ്റില്ല, നമ്മൾ പഠിച്ചതാണ്. ഒഫ്താൽമോളജി റിലേറ്റീവ് ടു ദ ഐ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അടുത്ത മൂന്നെണ്ണം ശ്രദ്ധിക്കാം. ഓക്കിയോ, ഓറോ. ഇത് മൂന്നും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിലേറ്റീവ് ടു ടെസ്റ്റിക്കിൾസ് കേട്ടോ. പുരുഷ പ്രത്യുൽപാദന അവയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. റിലേറ്റീവ് ടു ടെസ്റ്റിക്കിൾസ്. ഇതൊക്കെയാണ് ഓക്കിയോ, ഓറോ എന്നൊക്കെ പറഞ്ഞാല് റിലേറ്റീവ് ടു. മൂന്നിന്റെ മീനിങ് സെയിം ആണ് കേട്ടോ. റിലേറ്റീവ് ടു ടെസ്റ്റിക്കിൾസ്. ഓർത്തോ എന്താണ്? ഡയറക്ടർ ഓർ നോർമൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓർത്തോ എന്താണ്? ഡയറക്റ്റ് ഓർ നോർമൽ എന്നുള്ള മീനിങ് ആണ് ഓർത്തോ കേട്ടോ. ഓക്കെ. ഓർത്തോഡോണ്ടിക് എന്നൊക്കെ പറയും കേട്ടോ. ഓർത്തോഡോണ്ടിക്സ് എന്നൊക്കെ പറഞ്ഞാല് സ്ട്രെയിറ്റനിങ് ദ ടീത്ത് എന്നാണ് കേട്ടോ. ഓർത്തോഡോണ്ടിക്. മറ്റേ ഓർത്തോട്ട് കണക്ട് ചെയ്യല്ലേ? ഓർത്തോ മീൻസ് ഡയറക്റ്റ് ഓർ നോർമൽ കേട്ടോ. ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റനിങ് ദ ടീത്ത് ഒക്കെ, നമ്മുടെ പല്ലൊക്കെ ശരിയാക്കുന്ന, നോർമൽ ആക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ. ഓസ്റ്റിയോ എന്താണ്? റിലേറ്റീവ് ടു ബോൺ, അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓസ്റ്റിയോ മീൻസ് റിലേറ്റീവ് ടു ബോൺ ആണ്. ഓട്ടോളജി എന്ന് പറഞ്ഞ എന്താണ്? റിലേറ്റീവ് ടു ഇയർ. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ ഓട്ടോലാരിക്കോളജിസ്റ്റ് എന്ന് പഠിച്ചോ? ENT സർജന് പറയുന്നത് മറ്റൊരു പേരാണ് ഓട്ടോലാരിക്കോളജിസ്റ്റ്. ഓട്ടോളജി എന്താണ്? റിലേറ്റീവ് ടു ഇയർ എന്നാണ് കേട്ടോ. ഓസ്റ്റിയോപൊറോസിസ് നമ്മൾ പഠിച്ചില്ലേ? എന്താണ്? എല്ല് പൊടിയുന്ന അവസ്ഥ അല്ലെ? അതെ, റിലേറ്റീവ് ടു ബോൺ അല്ലെ? ബോണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി എന്നാ. താങ്ക് യു.